ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇലക്ട്രോണിക്സിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായാലും ഇലക്ട്രോണിക്സിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ ചെറിയ തിരക്കുകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് വന്നിട്ടുണ്ട്, അതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. നമ്മുടെ ഷോപ്പിൻ്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, പാല, കോട്ടയം ജില്ലയാണ്. ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പാലായിലെ കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ പ്രോഡക്റ്റ്സ് അയച്ചു തരുന്നതായിരിക്കും. സ്ക്രീനിൽ കാണുന്ന ലാൻഡ് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഫസ്റ്റ് ഇതാണ് നമ്മുടെ ഫിലിപ്സിൻ്റെ ടോർച്ച് വന്നിട്ടുണ്ട്. 2 മോഡൽസ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ മെയിൻ ആയിട്ട് മൂവിങ് ഉള്ളതും നല്ല പ്രകാശം കിട്ടുന്നതുമായ ടോപ്പ് മോഡലിലുള്ള 2 മോഡലാണിത്. അപ്പോൾ ഏറ്റവും ടോപ്പ് മോഡൽ ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കുറേ വീഡിയോസ് ഇതിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതിന്ന് വന്നിരിക്കുന്നതിൽ ടോപ്പ് മോഡൽ എന്ന് പറയുന്നത്, നേരത്തെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ തരാം. അപ്പോൾ ഫിലിപ്സിൻ്റെ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള നല്ലൊരു ടോർച്ചാണിത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് വരുന്നത് 60 വാട്ട്സ് ആണ് ഇതിൻ്റെ LED വരുന്നത്. ബാറ്ററിയുടെ പവർ 9000 മില്ലി ആംപിയർ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലൂമൻ വരുന്നത് 3000 ആണ്. ഇതിൻ്റെ കവറേജ് വരുന്നത് അപ് ടു 1000 മീറ്റർ, അതായത് 1 കിലോമീറ്റർ റേഞ്ചിൽ നമുക്ക് ഇതിൻ്റെ ഒരു പ്രകാശം കിട്ടും. ഇപ്പോൾ സൂമിങ് ഓപ്ഷൻ ഉള്ള ഒരു മോഡലാണ്. അതുപോലെ SOS മോഡുണ്ട്, ഡിമ്മുണ്ട്, ബ്രൈറ്റ് ഉണ്ട്. അങ്ങനെ 4-5 മോഡിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഇവിടുത്തെ LED ഡിസ്പ്ലേ ഉണ്ട്. ഇതിൻ്റെ ചാർജിങ് എത്ര % ചാർജിങ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി LED ഡിസ്പ്ലേ ഉണ്ട്. അങ്ങനെ എന്തുകൊണ്ടും വളരെ വെർത്തായിട്ടുള്ള ഒരു അടിപൊളി ടോർച്ചാണ് ഫിലിപ്സിൻ്റെ ഈ ടോപ്പ് മോഡൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ MRP വന്നിരിക്കുന്നത് 6998 ആണ്. നമുക്ക് നല്ല ഡിസ്കൗണ്ട് പ്രൈസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ടോർച്ച് വാങ്ങാനും കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽസ്, വില, കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ വന്നിരിക്കുന്നത് അതിൻ്റെ ജസ്റ്റ് താഴെയുള്ള ടോർച്ചാണ്. അപ്പോൾ ഇതും നല്ല പ്രകാശം കിട്ടുന്ന ടോർച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ LED പവർ വരുന്നത് 60 വാട്ട് തന്നെ, 60 വാട്ട് തന്നെയാണ്. ബാറ്ററി വരുന്നത് 4500 മില്ലി ആംപിയർ. അതുപോലെ തന്നെ ലൂമൻ വരുന്നത് 2300. കവറേജ് അപ് ടു 850 മീറ്റർ ആണ് ഇതിൻ്റെ ഒരു കവറേജ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം USB ചാർജിങ് ആണ്. 1 ഇയർ കമ്പനി വാറണ്ടി ഉള്ളതാണ്. അപ്പോൾ ഈ ടോർച്ച് വാങ്ങിയിട്ട് പലരും നമ്മളെ വിളിച്ച്, ഒത്തിരി പേര് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ അയച്ചൊക്കെ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്, ഇവിടെ വന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പലരുടെയും സംശയം, എല്ലാവരും ടോർച്ച് ആദ്യമേ കൈ കിട്ടുമ്പോഴേ ഇത് അഴിച്ചെടുത്ത് ഇതിൻ്റെ ബാറ്ററി ഒന്ന് കാണണം എല്ലാവർക്കും. അപ്പോൾ അതിന് വേണ്ടി പലരും ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത് നടക്കാത്തതുകൊണ്ട് ഒത്തിരി പേര് നമ്മളെ വിളിക്കാറുമുണ്ട്, എങ്ങനെയാണ് ഈ ടോർച്ച് ഓപ്പൺ ചെയ്യുന്നത്, ഇതിൻ്റെ ബാറ്ററി എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്ന കമ്പനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അവരുടെ സർവീസ് സെൻറ്ററിൽ മാത്രമേ ഈ ടോർച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് പ്രത്യേക എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് ഈ ടോർച്ച് ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് മാനുവലി ഈ ടോർച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ LED പവറൊക്കെ കൂടുതലാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മളിത് വർക്ക് ചെയ്യുമ്പം ടോർച്ച് നന്നായിട്ട് ചൂടാകും. പക്ഷെ അത് കുഴപ്പമില്ല, അത് കമ്പനി തന്നെ പറയുന്നുണ്ട് ചൂടാകും, അതിനെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് ഫിലിപ്സിൻ്റെ ടോപ്പ് മോഡലിലെ ഏറ്റവും വെളിച്ചം വരുന്ന 2 ടോർച്ചുകൾ. ഇത് കൂടാതെ ഒത്തിരി മോഡൽസ്, ചെറിയ ടൈപ്പ് ടോർച്ചുകളൊക്കെ ഫിലിപ്സ് കമ്പനി ഇറക്കുന്നുണ്ട്. അപ്പോൾ കുറേ ചെറിയ ടൈപ്പൊക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. സൂമിങ് ഉള്ളതുണ്ട്, സൂമിങ് ഇല്ലാത്തതുണ്ട്. നമുക്ക് അതായത് നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ ഉപയോഗത്തിന് ഉപയോഗിക്കാൻ പറ്റിയുള്ള ചെറിയ ടോർച്ചുകൾ, അങ്ങനെ പല വിധത്തിലുള്ള ടോർച്ചുകൾ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ടോർച്ച് വാങ്ങാൻ വേണ്ടി നമ്മുടെ ഷോപ്പിൽ വന്ന് വാങ്ങാം, ഇല്ലെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ ടോർച്ചുകൾ അയച്ചും തരുന്നതായിരിക്കും. പിന്നെ ഇതിന് നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഡാപ്റ്റർ, നമ്മുടെ ഇതിൻ്റെ USB കേബിൾ, C ടൈപ്പ് കേബിൾ നമുക്ക് ടോർച്ചിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. അഡാപ്റ്റർ നമ്മുടെ മൊബൈലിൻ്റെ അഡാപ്റ്റർ യൂസ് ചെയ്യാം. അപ്പോൾ ഫാസ്റ്റ് ചാർജർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. പിന്നെ വന്നിരിക്കുന്നത് സെബ്രോണിക്സിൻ്റെ സ്പീക്കർ ആണ്. ഒരു പെയർ 2 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഇത് കമ്പ്യൂട്ടർ സ്പീക്കർ, കമ്പ്യൂട്ടറിന് ഉപയോഗിക്കാം, ലാപ്ടോപ്പിന് ഉപയോഗിക്കാം. അതായത് നമുക്ക് AC കോഡ് വരുന്നതുണ്ട്, USB പവർ കോഡ് വരുന്നത്, 2 ടൈപ്പിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് TVക്കും യൂസ് ചെയ്യാം, കമ്പ്യൂട്ടറിനും യൂസ് ചെയ്യാം. ഇത് സെബ്രോണിക്സിൻ്റെ ആണ് വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന ഈ ഒരു ഷേപ്പ് തന്നെയാണ് ഈ സ്പീക്കറിന് വരുന്നത്. പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് മൾട്ടിമീറ്റർ കേബിളുകളാണ്. മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് എന്ന് പറയും. അപ്പോൾ ഇത് സെപ്പറേറ്റ് നമുക്ക് ഇങ്ങനെ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഇതിന് 150 അടുത്തൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് കുറേ റിമോട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് കുറേ കൂടുതൽ റിമോട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് വൺ, ഇതൊരു കോമൺ റിമോട്ടാണ്. കുറേ TVകൾക്ക്, ഇപ്പോൾ കോമൺ എന്ന് പറഞ്ഞാൽ എല്ലാ TVകൾക്കും പറ്റത്തില്ല, ചില മോഡൽ TVകൾക്കൊക്കെ ഈ ഒരു റിമോട്ട് സ്യൂട്ടാവും. അപ്പോൾ റിമോട്ട് നിങ്ങൾ വാങ്ങാനായിട്ട് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഈ ഇത് നോക്കി എടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഇത് വേറൊരു കോമൺ റിമോട്ടാണ്, കുറേ TVകൾക്കൊക്കെ സ്യൂട്ടാകുന്നത്, ആൻഡ്രോയിഡ് TVയുടെ.
പിന്നെ ഇത് വന്നിരിക്കുന്നത് ഇംബെക്സ് ആൻഡ്രോയിഡ് ടി വിയുടെ റിമോട്ടാണ്. ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ LG ആൻഡ്രോയിഡ് ടി വിയുടെ ഒരു റിമോട്ടുമായിട്ട് സാമ്യമുണ്ട്. പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് കേരള വിഷൻ കേബിളിൻ്റെ റിമോട്ടാണ്. അപ്പോൾ അതൊക്കെ കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ കേരള വിഷൻ്റെ റിമോട്ടൊക്കെ കുറേ മോഡൽസ് ഉണ്ട് കേട്ടോ. ഓരോ സെറ്റപ്പ് ബോക്സിനും ഓരോ തരം റിമോട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ഏത് റിമോട്ടാണെങ്കിലും ഏത് ടൈപ്പ് റിമോട്ട് മേടിക്കാനാണെങ്കിലും നിങ്ങൾ പഴയ റിമോട്ട് കൊണ്ടുപോയി വാങ്ങുക, അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ കൊണ്ടുപോകുക. അതായിരിക്കും എളുപ്പം. കാരണം നിങ്ങൾക്ക് ഇപ്പം മാച്ച് ആവുന്നില്ലെങ്കിൽ പിന്നെയും ഒരു നടപ്പ് ഒഴിവാക്കാം. ഇത് വന്നിരിക്കുന്നത് LG ടി വിയുടെ റിമോട്ടാണ്, ആൻഡ്രോയിഡ് ടി വിയുടെ റിമോട്ട്. ഇപ്പം LG ആൻഡ്രോയിഡ് ടി വിക്ക് 2 തരം റിമോട്ടാണ് വരുന്നത്. ഇതൊരു മോഡല്, പിന്നെ ഇത് വേറൊരു മോഡൽ. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും നമുക്ക് വർക്കാവും. പക്ഷെ ഒരെണ്ണത്തിൽ നമുക്ക് ഈ നെറ്റ്ഫ്ലിക്സ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഒരെണ്ണം ഡയറക്റ്റ് തന്നെ അതിനകത്ത് കീ വരുന്നുണ്ട്, നമുക്ക് ഡയറക്റ്റ് എടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഈ ഒരെണ്ണത്തിനകത്ത് അത് ഡയറക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, മെനുവിൽ പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. അപ്പം അങ്ങനെ വ്യത്യാസമുണ്ട്. LGയുടെ 2 തരം റിമോട്ടുകൾ വരുന്നുണ്ട്. പിന്നെ വരുന്നത് സാംസങ് ആൻഡ്രോയിഡ് ടി വിയുടെ റിമോട്ട്. ഇതൊക്കെ ഒരു കോമൺ റിമോട്ടാണ് കേട്ടോ. കുറേ തരം ടി വികൾക്ക് മാച്ചാവും. ഇപ്പോൾ കുറേ തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ടി വികൾ ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ കുറേ എണ്ണത്തിനൊക്കെ സെയിം റിമോട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇത് ഏത് ടി വിയുടെ? പിന്നെ ഇത് ഈ സാൻസൂയി ആൻഡ്രോയിഡ് ടി വിക്കൊക്കെ വരുന്ന ഒരു മോഡൽ റിമോട്ടാണ്. പിന്നെ വന്നിരിക്കുന്നത് വീഡിയോകോൺ ടി വിയുടെ റിമോട്ട്. വീഡിയോകോൺ ഡിഷിൻ്റെ റിമോട്ട് വേറെ ഉണ്ട്, ഇത് വീഡിയോകോൺ ടി വിയുടെ റിമോട്ട്. പിന്നെ ഇത് ഇംബെക്സ് ആൻഡ്രോയിഡ് ടി വിയുടെ റിമോട്ട് അല്ല, സ്മാർട്ട് ടി വി അല്ലേ ഇത്? ഇംബെക്സ് സ്മാർട്ട് അല്ലേ? പിന്നെ വന്നിരിക്കുന്നത് ഇംബെക്സ് സ്മാർട്ട് ടി വിയുടെ റിമോട്ടാണ്. പിന്നെ നമുക്ക് വന്നിരിക്കുന്ന AC-യുടെ റിമോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് സ്പീക്കർ വയറുകളാണ്. ഇപ്പം ഗേജ് കൂടിയിട്ടുള്ള സ്പീക്കർ വയർ. അപ്പോൾ സ്പീക്കർ വയറൊക്കെ നിങ്ങൾക്ക് ഒരു കോയിലായിട്ട് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കും, ലൂസായിട്ട് ഇത്ര മീറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനെയും കൊടുക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങാൻ വേണ്ടി ഒന്നുകിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്